വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ വി.ഡി. സതീശനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഇതുവരെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. രണ്ട് പ്രശ്നങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവന്നത് ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷം. അതിലൊന്ന് തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈവശം വെച്ചതാണ്. സാധാരണ മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്ക്, പ്രത്യേകിച്ച് ഘടകകക്ഷി മന്ത്രിക്ക് നൽകാറുള്ള തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈവശം വെച്ചത് അദാനിക്ക് വേണ്ടിയിട്ടാണ് എന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. മറുപടി പറയാൻ കഴിയുന്നില്ല മുഖ്യമന്ത്രിക്ക്. അതോടൊപ്പം തന്നെ സുപ്രധാനമായ മറ്റൊരു കാര്യം, ബജറ്റ് പ്രസംഗത്തിൽ വി.ഡി. സതീശൻ നടത്തിയ പ്രഖ്യാപനങ്ങൾ വിഷൻ സമുദ്രയും വ്യോമയാന ഹബ്ബും രണ്ടും അദാനിക്ക് താല്പര്യമുള്ള മേഖലയാണ്. രണ്ടും ബജറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. കേരളത്തിൻ്റെ തീരവും ആകാശവും അദാനിക്ക് നൽകാനുള്ള ശ്രമമാണോ എന്ന സംശയം അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. അത് ശരിവെക്കുന്നതാണ് പിന്നീട് നടന്ന ഓരോ നീക്കവും. അതിൽ പ്രധാനം വിഴിഞ്ഞം പോർട്ടിൻ്റെ MD സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയതാണ്. വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം, എന്ന് വെച്ചാൽ ഉദ്ഘാടനം, ആദ്യത്തെ കപ്പൽ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം മുൻപിൽ നിന്ന് പ്രവർത്തിച്ച IAS ഉദ്യോഗസ്ഥയാണ് ദിവ്യ എസ് അയ്യർ. UDF അധികാരത്തിൽ വന്ന ആദ്യ ദിനം തന്നെ ദിവ്യ എസ് അയ്യരെ മാറ്റി. ദിവ്യ എസ് അയ്യർ ശബരിനാഥിൻ്റെ, കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ കൂടിയാണ് എന്നോർക്കണം. ജി കാർത്തികേയൻ്റെ മകൻ ശബരിനാഥിൻ്റെ ഭാര്യയാണ് ദിവ്യ എസ് അയ്യർ. അവരെയാണ് UDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ പ്രധാനപ്പെട്ട വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് എന്നോർക്കണം. എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷ്, അദ്ദേഹം ഇപ്പോൾ CPIMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അത് ഇങ്ങനെയാണ് പോസ്റ്റ് തുടങ്ങുന്നത്: ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്തേക്ക് പോയി വി.ഡി. സതീശൻ അദാനി സംഘത്തെ കണ്ടതിൻ്റെ ഫലം ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. വകുപ്പ് ഏറ്റെടുത്തപ്പോൾ ധനകാര്യത്തോടൊപ്പം തുറമുഖവും മുഖ്യമന്ത്രി ഏറ്റെടുത്തത് യാദൃശ്ചികമല്ല എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ തുറമുഖ വകുപ്പും ഏറ്റെടുത്ത കേരള ചരിത്രത്തിലെ ആദ്യത്തെ മന്ത്രിസഭ. മാത്രമല്ല, സ്വന്തം ഓഫീസിലെ സെക്രട്ടറിയെ തന്നെ തുറമുഖ വകുപ്പ് സെക്രട്ടറിയും ആക്കി മണിക്കൂറുകൾക്കകം നിയമിക്കുന്നു. വിഴിഞ്ഞം പോർട്ടിൻ്റെ വളർച്ചയിൽ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഡോക്ടർ ദിവ്യ എസ് അയ്യർ IASനെ രായ്ക്കുരാമാനം സ്ഥലം മാറ്റുന്നു. പകരം വരുന്നതാകട്ടെ തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും കൃത്യമായ ധാരണയില്ലാത്ത പുതിയൊരാൾ. അദാനി പോർട്ട് അധികൃതർ ജൂൺ 29-ന് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 49% ഓഹരി കൈമാറിക്കൊണ്ടുള്ള കരാറിൽ ഒപ്പിടുന്നു. തുടർന്ന് സെബിയുടെ അംഗീകാരത്തിനായി തിരക്കിട്ട നീക്കവും നടക്കുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ താനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിലുള്ള നിയമസഭയിലെ മറുപടിയും നാം കാണുന്നു. അത് ഏറ്റുപിടിച്ച് ചില നിഷ്കളങ്ക മാധ്യമങ്ങളും രംഗത്തിറങ്ങുന്നു. അസൽ ക്രിമിനൽ ബുദ്ധി കൊള്ളാം. പൂക്കി മുഖ്യൻ്റെ അഭിനയങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന പ്രതിനായകൻ്റെ കപടമുഖം ഇനിയാണ് മറന്നേക്ക് പുറത്തു വരാൻ തുടങ്ങുന്നത്. ഭരണം RSSനെ പണയപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ പൊതുമുതൽ അദാനിക്കും തീരെഴുതാനുള്ള എല്ലാ ഇടപാടുകളും നടന്നു കഴിഞ്ഞു. വിഴിഞ്ഞം കരാറിലെ വ്യവസ്ഥയിൽ അദാനി അധികൃതർ എന്തെങ്കിലും വിധത്തിലുള്ള വ്യതിയാനം വരുത്താൻ ശ്രമിച്ച ഘട്ടത്തിലെല്ലാം അത് തടയുന്നതിന് സംസ്ഥാന താൽപര്യാർത്ഥം അതീവ ജാഗ്രതയോടെ ഇടപെട്ട ഉദ്യോഗസ്ഥയായിരുന്നു ഡോക്ടർ ദിവ്യ എസ് അയ്യർ. അദാനി അധികൃതർക്ക് ഇത് അന്നേ അത്ര രസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദിവ്യ എസ് അയ്യരെ തലസ്ഥാനത്തു നിന്ന് മാറ്റാൻ പലതവണ നീക്കമുണ്ടായി. പോർട്ടിൻ്റെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഉറച്ച നിലപാടിന് മുന്നിൽ അദാനിയുടെ ഉദ്ദേശങ്ങളൊന്നും നടന്നില്ല. പുതിയ മുഖ്യമന്ത്രി ചാർജ് എടുത്ത ഉടനെ ആ ഉദ്യോഗസ്ഥയ്ക്ക് സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ എന്തിനാണ് മംഗലാപുരം യാത്ര നടത്തിയത്? ആ ഫ്ലൈറ്റിൻ്റെ വാടക ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ ആര് വഹിച്ചു? ഭരണമാറ്റം ഉണ്ടായ ഉടനെ തന്നെ തന്ത്രപ്രധാനമായ ഒരു പ്രൊജക്ടിൻ്റെ മേധാവി ഡോക്ടർ ദിവ്യ എസ് അയ്യരെ സ്ഥലം മാറ്റി പകരം ഒട്ടും അനുഭവ പരിജ്ഞാനമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാനുള്ള കാരണം എന്താണ്? മുഖ്യമന്ത്രിയുടെ വാക്കാൽ അനുമതിയില്ലാതെ കരാർ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഓഹരി വിൽക്കാനുള്ള കരാർ ഉണ്ടാക്കാനും തുടർ നടപടി സ്വീകരിക്കാനും അദാനി ധൈര്യപ്പെടില്ല എന്ന് തന്നെയാണ് കേരള സമൂഹം വിശ്വസിക്കുന്നത്. പലതവണ ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും ഒന്നിനും മുഖ്യമന്ത്രി കൃത്യമായി പ്രതികരിക്കുന്നില്ല. ഇതാണ്
കെ രാഗേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനുശേഷം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിവ്യ എസ് അയ്യരെ MD സ്ഥാനത്ത് നിന്ന്, മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ നേരത്തെ തന്നെ അദാനി ഗ്രൂപ്പ് ശ്രമം നടത്തിയിരുന്നു. അന്ന് ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പോലും പെടുത്തിയിട്ടുണ്ട് അദാനി ഗ്രൂപ്പിന്റെ ഉദ്യോഗസ്ഥർ. അന്ന് മുഖ്യമന്ത്രി അദാനി ഗ്രൂപ്പിന്റെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ കാര്യമുണ്ട്, പോർട്ടിന്റെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന്. പോർട്ടിന്റെ കാര്യം അത് നിങ്ങൾ നോക്കൂ, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അത് നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് അദാനി ഗ്രൂപ്പിന്റെ മുഖത്ത് നോക്കി, അദാനി ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരുടെ മുഖത്ത് നോക്കി പറഞ്ഞ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ. അദ്ദേഹത്തിന്റെ പേരാണ് പിണറായി വിജയൻ. അങ്ങനെ തന്ത്രപ്രധാനമായ ഒരു സ്ഥാനത്ത് ഇരുത്തിയ ഒരു ഉദ്യോഗസ്ഥയെ സർക്കാർ മാറി UDF അധികാരത്തിൽ വന്ന ഉടനെ രായ്ക്കരാമാനം സ്ഥലം മാറ്റിയത് എന്തിന് എന്നതിൻ്റെ ഉത്തരം ഇതാ പുറത്തു വന്നു. ഓഹരി കൈമാറ്റമായിരുന്നു ലക്ഷ്യം. ഇത്തരം നീക്കം നേരത്തെ നടത്തിയിരുന്നു. അന്നൊക്കെ അതിനെ ചെറുത്തത് ഡോക്ടർ ദിവ്യ എസ് അയ്യരായിരുന്നു. ദിവ്യ എസ് അയ്യർക്ക് പൂർണ്ണ പിന്തുണ നൽകി സംസ്ഥാന സർക്കാരും ഒപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റുന്നു, അദാനി ഓഹരി വിൽക്കുന്നു, അതിന് അനുമതി നൽകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു കേരള സർക്കാർ. മുഖ്യമന്ത്രിയോട് നേരത്തെ വാക്കാൽ സംസാരിച്ചിരുന്നു എന്നാണ് പുറത്തു വന്ന വാർത്തകൾ. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി അനുവാദം കൊടുത്തു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നീക്കം നടന്നത്. അതിനു വേണ്ടിയിട്ടാണ് ദിവ്യ എസ് അയ്യരെ മാറ്റിയിരിക്കുന്നത്. ഈ അനധികൃത ഇടപാടിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ പ്രധാന IAS ഉദ്യോഗസ്ഥയായ ദിവ്യ എസ് അയ്യർക്ക് സ്ഥലമാറ്റം നൽകിയത് എന്നർത്ഥം. കളി തോക്കണം എവിടെ നിന്നാണ് എന്ന്. ദിവ്യ എസ് അയ്യർ G കാർത്തികേയന്റെ മകന്റെ ശബരിനാഥന്റെ ഭാര്യ കൂടിയാണ്, കോൺഗ്രസ് കുടുംബമാണ്. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥയെയാണ് രായ്ക്കോ രാമാനം സ്ഥലം മാറ്റുന്നത് എന്നോർക്കണം. എന്തിനു വേണ്ടി? അദാനിക്ക് വേണ്ടി, അദാനിയെ സഹായിക്കാൻ വേണ്ടി. എത്ര കിട്ടി എന്ന് നേരത്തെ MP രാജേഷ് ചോദിച്ചതുപോലെ ഇനിയും ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും VD സതീശനോട്, എത്ര കിട്ടി എന്ന്.